Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മ്യൂച്വൽ ഓയിങ്സ് എന്താണെന്ന് നോക്കി. ദാറ്റ് ഈസ് മ്യൂച്വൽ ഓയിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനി മ്യൂച്വൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്ന മ്യൂച്വൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 13. The following are the summarized balance sheet of A Limited and B Limited as at 31st March 2020. B Limited is a subsidiary company of A Limited. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എ ലിമിറ്റഡും ബി ലിമിറ്റഡും രണ്ടാളുടെയും ബാലൻസ് ഷീറ്റ്, സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇവിടെ ബി ലിമിറ്റഡ് പറയുന്നത് സബ്സിഡിയറി കമ്പനി ഓഫ് എ ലിമിറ്റഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എ ലിമിറ്റഡ് ഇസ് എ പാരന്റ് കമ്പനി ആൻഡ് ബി ലിമിറ്റഡ് ഇസ് ദ സബ്സിഡിയറി കമ്പനി. ഓക്കെ, നൗ ലയബിലിറ്റി സൈഡാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. ലയബിലിറ്റി സൈഡിൽ ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഇക്വിറ്റിയിൽ ഫസ്റ്റ് ഐറ്റം പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. അപ്പോൾ പാരന്റ് കമ്പനിക്ക് ദാറ്റ് ഈസ് എ ലിമിറ്റഡിന് 1,50,000 ഉണ്ട്, ബി ലിമിറ്റഡിന് എത്രയാണ് 80,000 ഉണ്ട്. അപ്പോൾ ഒരു ഷെയറുടെ വാല്യൂ എത്രയാണ് 10 rupees പറഞ്ഞു കഴിഞ്ഞാൽ എ ലിമിറ്റഡിന് എത്രയായിരിക്കും നമ്പർ ഓഫ് ഷെയർസ് 1,50,000 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 15,000 ഷെയർസ്. എ ലിമിറ്റഡിന് 15,000 ഷെയർസ്, ബി ലിമിറ്റഡിന് പറയുമ്പോൾ എത്രയാണ് 8,000 ഷെയർസ് ഡിവൈഡഡ് ബൈ 10 പറയുമ്പോൾ 80,000 ഷെയർസ് ഡിവൈഡഡ് ബൈ 10 പറയുമ്പോൾ എത്ര ഷെയർസ് ആണ് 8,000 ഷെയർസ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഷെയർസ് എ ലിമിറ്റഡിന് 15,000 ഷെയർസും ബി ലിമിറ്റഡിന് എത്രയാണ് 8,000 ഷെയർസും. ഒരു ഷെയറുടെ വാല്യൂ 10 രൂപയാണ്. സോ ദാറ്റ് നമ്മളുടെ എമൗണ്ട് പറയുന്നത് 1,50,000, ബി ലിമിറ്റഡിന് 80,000. ഇനി നെക്സ്റ്റ് ഐറ്റം പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ്. അപ്പോൾ എ ലിമിറ്റഡിന് പ്രോഫിറ്റ് ആണ് എത്ര 30,000 rupees പ്രോഫിറ്റ് ഉണ്ട്. അതേസമയം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ്, ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ലോസ് ആണ്. സോ ലോസ് എന്ന് പറയുന്നത് ബി ലിമിറ്റഡിന് എത്രയാണ് -20,000 ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ ലിമിറ്റഡിന് പ്രോഫിറ്റും ബി ലിമിറ്റഡിന് എന്താണ് ലോസ് ആണ്. ബി ലിമിറ്റഡിന് ലോസ് എത്രയാണ് 20,000 ലോസ്. ദെൻ കറണ്ട് ലയബിലിറ്റി പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് ആണുള്ളത്. എ ലിമിറ്റഡിന് 1,20,000, ബി ലിമിറ്റഡിന് 45,000. സോ കറണ്ട് ലയബിലിറ്റീസും കഴിഞ്ഞു. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എ ലിമിറ്റഡിന് 3 lakh rupees. ടോട്ടൽ ലയബിലിറ്റീസ് പറയുന്നത് എ ലിമിറ്റഡിന് 3 lakh rupees, ബി ലിമിറ്റഡിന് 1,05,000 rupees. Now after liability side, next asset side. Under asset, fixed asset machinery for A limited it is 1,75,000, B limited 70,000. Now investment, under investment 6,000 equity shares in the B limited at cost ₹40,000. അതിൻ്റെ അർത്ഥം എന്താണ്, എ ലിമിറ്റഡ് വന്നിട്ട് ബി ലിമിറ്റഡിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 6,000 ഇക്വിറ്റി ഷെയർസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ 6,000 ഇക്വിറ്റി ഷെയർസിന് എത്ര റുപ്പീസാണ് കൊടുത്തിരിക്കുന്നത് 40,000 rupees ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് 40,000 ഇസ് നോൺ ആസ് വാട്ട്, കൺസിഡറേഷൻ പെയ്ഡ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നും പറയാം. സോ കൺസിഡറേഷൻ പെയ്ഡ് ഡയറക്ട്ലി തരില്ല, ഇങ്ങനെ ആയിരിക്കും തരുന്നുണ്ടാവുക. So investment in the subsidiary company is known as what, consideration paid. So consideration paid എത്രയാണ് 40,000. Now under current asset it is trade receivables. For A limited it is 85,000 and for B limited it is 35,000. So total പറയുന്നത് 3 lakh for A limited, B limited total asset പറയുന്നത് 1,05,000. Now the debtors of A limited include 7,500 due from B limited. അപ്പോൾ എ ലിമിറ്റഡിനുള്ള ഈ ഡെറ്റേഴ്സിൽ എത്രയാണ് 85,000 rupees ഡെറ്റേഴ്സ് ഉണ്ട്, പൈസ കിട്ടാനുള്ളവരുണ്ട്, ബിൽസ് റിസീവബിൾ. ഈ 7,500 ഇസ് ഡ്യൂ ഫ്രം ബി ലിമിറ്റഡ്, ബി ലിമിറ്റഡിന് കിട്ടാനുള്ളതാണ്. അപ്പം ബി ലിമിറ്റഡിന് കിട്ടാനുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ബി ലിമിറ്റഡിൻ്റെ ലയബിലിറ്റിയിൽ ഈ 45,000 rupeesൽ 7,500 എന്ന് പറയുന്ന ആർക്ക് കൊടുക്കാനുള്ള പൈസയാണ്, എ ലിമിറ്റഡിന് കൊടുക്കാനുള്ള പൈസയാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൽ എ ലിമിറ്റഡിന് എത്രയാണ് വരുന്നത് 7,500 എ ലിമിറ്റഡിന് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ 85,000 7,500 ഫ്രം ആരുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്, ബി ലിമിറ്റഡിന് കിട്ടാനുണ്ട്.
സോ ഇറ്റ് ഈസ് എ മ്യൂച്വൽ എന്താണ് ഓയിങ്സ് ആണ്. ഒരാളുടെ ഡെറ്റ് മറ്റേ ആൾക്ക് എന്താണ് ക്രെഡിറ്ററായി മാറുകയാണ്. ഓക്കെ, ഒരാൾക്ക് പൈസ കിട്ടാനുണ്ട്, മറ്റേ ആൾക്ക് പൈസ എന്താണ് കൊടുക്കാനുണ്ട്. Now A Limited acquires the shares of the B Limited as on 1st July 2019. So B Limited എപ്പോഴാണ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്? 1st July 2019 ആണ്. ഇവിടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്? 31st March 2000. സോ ഹിയർ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ അക്കൗണ്ടിങ് പീരീഡ് ആണ് നടക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ദ അക്കൗണ്ടിങ് പീരീഡ് ആയതുകൊണ്ട് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. Now when the subsidiary company has a debit balance of statement of profit and loss of rupees 30,000. Okay, അപ്പോൾ subsidiary company that is on July 2019 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, A Limited acquires the shares of B Limited on 1st July 2019 when the subsidiary company has a debit balance of profit and loss of rupees 30,000. ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൺ 1st ജൂലൈയിൽ കമ്പനിയുടെ ലോസ് എന്ന് പറയുന്ന ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോസ്. സോ ഓൺ 1st July 2019 കമ്പനിയുടെ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ 30,000 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീ അക്വിസിഷൻ ലോസ് ആണ്. ഏത്? ഈ 30,000. കാരണം ഓൺ 1st July 2000 കമ്പനി പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ലോസ് ആണ്. That is pre-acquisition loss എന്ന് പറയുന്നത്. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ പോകുന്നതിന് മുമ്പ് ആദ്യം വർക്കിംഗ്സിലേക്ക് പോവാം. അപ്പോൾ ഷെയർ ഹോൾഡിങ്സ് ദാറ്റ് ഈസ് CI പെർസെൻറ്റേജും NCI പെർസെൻറ്റേജും എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിന് എത്ര ഷെയർസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് എത്രയാണ്? 80,000 ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോൾ 8,000 ഷെയർസ് ആണ് ബി ലിമിറ്റഡിലുള്ളത്. ഔട്ട് ഓഫ് ദിസ് 8,000 ഷെയർസ് എ ലിമിറ്റഡ് എത്ര ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്? 6,000 ഷെയർസ് ആണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6,000 ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്യുന്ന ഷെയർസ് എത്രയാണ്? 6,000 ഷെയർസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡിന്റെ CI പെർസെൻറ്റേജ് എത്രയാണ്? ഇൻവെസ്റ്റ്മെന്റ് പെർസെൻറ്റേജ് ഔട്ട് ഓഫ് ദിസ് 8,000 6,000 ഷെയർസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ 6,000 ഡിവൈഡഡ് ബൈ 8,000 ഇൻറ്റു 100 ചെയ്തപ്പോൾ എത്രയാണ്? 75%. സോ CI പെർസെൻറ്റേജ് കൺട്രോളബിൾ ഇൻട്രസ്റ്റ് പറയുന്നത് എത്രയാണ്? 75%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ NCI എത്രയായിരിക്കും? 75% ആണെങ്കിൽ 25% ഓട്ടോമാറ്റിക്കലി NCI ആയിരിക്കും. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദിസ് 8,000 6,000 എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് 2,000. 8,000 minus 6,000. സോ ബാലൻസ് 2,000 ആരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഔട്ട്സൈഡേഴ്സ്. സോ NCI പെർസെൻറ്റേജ് എത്രയാണ്? 2,000 ഡിവൈഡഡ് ബൈ 8,000 ഇൻറ്റു 100. സോ ഇറ്റ് വിൽ ബിക്കം 25%. CI പെർസെൻറ്റേജും കിട്ടി, NCI പെർസെൻറ്റേജും കിട്ടി. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 30,000. കാരണം എ ലിമിറ്റഡ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൺ ദ ഡേറ്റ് എത്രയാണ്? 30,000 ലോസ് ആണ്. സോ ദിസ് ഇസ് പ്രീ അക്വിസിഷൻ ലോസ്. സോ പ്രീ അക്വിസിഷൻ ലോസ് 30,000 ആണ്. അപ്പോൾ ഈ എയുടെ ഷെയർ ഇൻ പ്രീ പറഞ്ഞ പാരന്റ് കമ്പനിയിൽ എന്തിന്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനും ഷെയർ ഉണ്ട്. സോ 30,000 75% പറയുമ്പോൾ എത്രയാണ്? 22,500 ആണ് എന്ത് വരുന്നത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ പാരന്റ് കമ്പനിയുടെ ഷെയർ നോക്കൂ, 30,000 75%. സോ 30,000 75% എന്ന് പറയുമ്പോൾ ആരുടെ ഷെയർ ആണ്? എ ലിമിറ്റഡ് ഷെയർ. ഓക്കെ, നൗ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കണം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ നോക്കാം. ഇവിടെ വന്നിട്ട് ലോസ് ഇയർ എൻഡ് ഓൺ 31st March നമ്മുടെ ലോസ് എത്രയാണ് വന്നിരിക്കുന്നത്? 20,000 ആണ്. അതേസമയം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയായിരുന്നു? 30,000. സോ 30,000 20,000 ആയിരിക്കുകയാണ്, ലോസ് കുറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ എത്രയായിരിക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവുക? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ലോസ് 10,000 കുറഞ്ഞിട്ടുണ്ട്. 30,000 ലോസ് നിന്ന് 20,000 ലോസ് ആയി മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ഇസ് എ പ്രോഫിറ്റ് ഓഫ് 10,000 റുപ്പീസ്. ആ 10,000 റുപ്പീസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ആ 10,000 റുപ്പീസ് പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലോസ് എത്രയാണ്? 30,000. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലോസ് എത്രയാണ്? 20,000. സോ therefore a profit, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10,000. ഔട്ട് ഓഫ് ദിസ് 10,000 എയുടെ ഷെയർ എന്ന് പറയുന്നത്, ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലെ പാരന്റ് കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കൂ, 10,000 ഇൻറ്റു 75%. സോ 10,000 75% എന്ന് പറയുന്നത് എത്രയാണ്? 7,500 ആണ് ആരുടെ ഷെയർ? എ ലിമിറ്റഡിന് പാരന്റ് കമ്പനിയുടെ ഷെയർ ഇൻ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ പാരന്റ് കമ്പനിക്ക് കിട്ടാൻ പോകുന്ന ഷെയർ എത്രയാണ്? 7,500. ഓക്കെ, ഇനി നെക്സ്റ്റ്. സോ ഇവിടെ നമ്മളിപ്പോൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു? CI പെർസെൻറ്റേജ്, NCI പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കി, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കി. ഇനി നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കാനുള്ളത് NCI ആണ്. സോ NCIയുടെ നമ്മുടെ ഫോർമുല അറിയാം. NCIയുടെ ഫോർമുല എന്താണ്? നെറ്റ് അസറ്റ് അക്വയർഡ് ഇൻറ്റു NCI പെർസെൻറ്റേജ്, ഇസ്ന്റ് ഇറ്റ്? സോ ഈ നെറ്റ് അസറ്റ് അക്വയർഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ടോട്ടൽ അസറ്റ് എത്രയാണ്? 1,05,000. So from this 1,05,000 we have to deduct which one? Liability. Current liability എത്രയാണ്? 45,000. So 1,05,000 minus 45,000 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60,000 കിട്ടി. So 60,000 net asset acquired, 60,000 into NCI percentage എത്രയാണ്? 25%. So 60,000 25% എന്ന് പറയുമ്പോൾ എത്രയാണ്? 15,000. So NCI പറയുന്നത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15,000. Now we want to go for goodwill calculation. So goodwill calculationൽ നമ്മളുടെ പഴയ ഫോർമുലയിലേക്ക് തന്നെ പോവാം. That is goodwill is equal to consideration paid minus proportionate share of the parent company plus share of post acquisition profit of the parent company. Post acquisition profit and the parent company profit ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് consideration paid എന്ന് ഡിഡക്റ്റ് ചെയ്യുക. ഇനി കൺസിഡറേഷൻ പേര് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ദ പാരന്റ് കമ്പനി. പാരന്റ് കമ്പനിയുടെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ യൂഷ്വലി നമ്മൾ നെറ്റ് അസറ്റ് അക്വയർഡ് ഇൻറ്റു CI പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെയുണ്ട്. നമുക്ക് ലോസ് ഉണ്ട്. ലോസ് എത്രയാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്? 20,000 ലോസ് ആണ്. അപ്പോൾ ഈ 20,000 ലോസും കൂടെ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോസിന് എന്ത് ചെയ്യണം? ലോസിനും കൂടെ ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം. ഗുഡ്വിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് പ്രൊപ്പോർഷനേറ്റ് ഷെയറിൽ നിന്ന് ലോസ് എന്തായാലും ഡിഡക്റ്റ് ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ദ പാരന്റ് കമ്പനി ചെയ്യുന്ന സമയത്ത് 1,05,000 ടോട്ടൽ അസറ്റ് മൈനസ് 45,000 എന്താണ്? ദാറ്റ് ഈസ് ലയബിലിറ്റി, കറന്റ് ലയബിലിറ്റി നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. പിന്നെ ഇതും ഡിഡക്റ്റ് ചെയ്യണം. എന്താണ്? ലോസ് എത്രയാണ്? 20,000. സോ 1,05,000 65,000 ഡിഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 40,000. സോ 40,000 ഇൻറ്റു CI പെർസെൻറ്റേജ്. ഓക്കെ, നെറ്റ് അസറ്റ് അക്വയർഡ് ഇൻറ്റു CI പെർസെൻറ്റേജ് ഇപ്പോൾ എത്രയാണ്? 30,000. സോ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ദ പാരന്റ് കമ്പനിയുടെ ഷെയർ എത്രയാണ്? 30,000. സബ്സിഡറി കമ്പനിയിലെ പാരന്റ് കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 30,000. നൗ ഷെയർ ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ പാരന്റ് കമ്പനി. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലെ പാരന്റ് കമ്പനിയുടെ ഷെയർ എത്രയാണ്? നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പാരന്റ് കമ്പനിയുടെ ഷെയർ എത്രയാണ്? 7,500. നോക്കൂ, 10,000 75%. സോ 7,500. Now goodwill കാൽക്കുലേഷന്റെ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൺസിഡറേഷൻ പെയ്ഡ് ഇവിടെ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 40,000. സോ 40,000 മൈനസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 30,000 പ്ലസ് പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഷെയർ 7,500. സോ 40,000 മൈനസ് ഈ 30,000 പ്ലസ് 7,500 എത്രയാണ്? 37,500. സോ 40,000 മൈനസ് 37,500. So 2,500 is the goodwill. So goodwill എത്രയാണ്? 2,500. Okay. So workings കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. സോ നമ്മൾ ഹെഡിങ് കൊടുക്കുക കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. സോ പെർട്ടിക്കുലേഴ്സ് എഴുതാൻ കോളം, എമൗണ്ട് എഴുതാൻ കോളം.
ഓക്കെ. സോ പെർട്ടിക്കുലേഴ്സിൽ ആദ്യം നമ്മൾ ഏത് സൈഡ് എഴുതാൻ പോകുന്നത് ലയബിലിറ്റി സൈഡാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ചില കണ്ടീഷൻ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എടുക്കേണ്ട ആവശ്യമില്ല, പാരന്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല, ദെൻ NCA ഗുഡ് വിൽ എവിടെ എഴുതേണ്ടത്, അണ്ടർ നോൺ കറണ്ട് അസറ്റിൽ NCA എവിടെ എഴുതേണ്ടത്, അണ്ടർ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ എഴുതണം. ദെൻ രണ്ട് കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് എഴുതണം. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതുന്ന സമയത്ത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ പാരന്റ് കമ്പനിയും കൂടെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇത്രയാണ് ടിപ്സ് നോക്കിയത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ആദ്യം പെർട്ടിക്കുലേഴ്സും എമൗണ്ട് കോളം. പെർട്ടിക്കുലേഴ്സിൽ ആദ്യം ലയബിലിറ്റി സൈഡാണ് എഴുതാൻ പോകുന്നത്. സോ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ആൻഡ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റിയിൽ എന്താ എഴുതേണ്ടത്, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ആരുടെ മാത്രം എഴുതിയാൽ മതി, പാരന്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each 1,50,000. So equity shares of ₹10 each 1,50,000. Now second one, reserves and surplus. Reserves and surplus എടുക്കുന്ന സമയത്ത് നമ്മൾ ആരുടെ മാത്രം എടുത്താൽ മതി, പാരന്റ് കമ്പനിയുടെ മാത്രം എടുത്താൽ മതി, സബ്സിഡറി കമ്പനിയുടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ 30,000 ആണ് ആരുടെ പാരന്റ് കമ്പനിയുടെ ഇത്, പ്ലസ് നമുക്ക് എന്തും കൂടെ ആഡ് ചെയ്യണം, ദാറ്റ് ഈസ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ ഏതെല്ലാം പ്രോഫിറ്റാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സബ്സിഡറി കമ്പനിയുടെ ഷെയർ എത്രയാണ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ 7,500. സോ 30,000 പ്ലസ് ഇവിടെ ഓൾറെഡി 30,000 ഉണ്ട്, പിന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ പാരന്റ് കമ്പനിയുടെ ഷെയർ എത്രയാണ്, 7,500. സോ 30,000 പ്ലസ് 7,500, so you will get 37,500. Now നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോൺ കറണ്ട് അസറ്റിൽ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, NCA. ഇവിടെ നമുക്ക് നോൺ കറണ്ട് അസറ്റ് ഒന്നും ഇല്ല. ഇവിടെ നോക്കുക, ആദ്യം ഇക്വിറ്റി ഷെയർസിന്റെ കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞാൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസിന് മുൻപ് എന്ത് എഴുതണം, നോൺ കറണ്ട് ലയബിലിറ്റി. സോ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ എന്ത് എഴുതണം, NCA നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. NCA എത്രയാണ്, 15,000. സോ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് 15,000. Now after that current liabilities ചെയ്യുന്ന സമയത്ത് ട്രേഡ് പേയബിൾസ് ഇവിടെ ശ്രദ്ധിക്കുക. കറണ്ട് ലയബിലിറ്റീസ് എന്താണ്, ട്രേഡ് പേയബിൾസ് ഇപ്പോൾ പാരന്റ് കമ്പനി ഉണ്ട്, സബ്സിഡറി കമ്പനി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കുക, 1,20,000 45,000. സോ ഇവിടെ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, 1,20,000 പ്ലസ് 45,000. ഇവിടെ ഒരു മ്യൂച്വൽ ഓയിങ്സ് ഉണ്ട്. എന്താണ്, പാരന്റ് സബ്സിഡറി കമ്പനിയിൽ ഒരു ക്രെഡിറ്റർ ഉണ്ട് 7,500. ദാറ്റ് ഈസ് 45,000. ഔട്ട് ഓഫ് ദിസ് 45,000 7,500 ആർക്ക് കൊടുക്കാനുള്ളതാണ്, പാരന്റ് കമ്പനിക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു 7,500 ആർക്ക് കൊടുക്കാനുണ്ട്, പാരന്റ് കമ്പനി. ഒരു ക്രെഡിറ്റർ ഉണ്ട് 7,500. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഓയിങ്സ് പഠിക്കുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ഉണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് കൺസിഡർ ഇറ്റ്. നമ്മൾ ആ ഡെറ്ററും ക്രെഡിറ്ററും എന്ത് ചെയ്യാൻ പാടില്ല, മ്യൂച്വൽ ഓയിങ്സിലുള്ള ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ക്രെഡിറ്റർ 7,500 ഉണ്ട്, അതെന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ദാറ്റ് ഈസ് ഈ ടോട്ടലിന് 7,500 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. സോ ഇവിടെ ശ്രദ്ധിക്കുക, 1,20,000 പാരന്റ് കമ്പനിയുടെ ട്രേഡ് സബ്സിഡറി കമ്പനിയുടെ ഇത് ചെയ്യുന്ന സമയത്ത് 4,500 7,500 എന്ത് 45,000 7,500 എന്ത് ചെയ്യുക, ഡിഡക്ട് ചെയ്യുക. ഇവിടെ വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, ട്രേഡ് പേയബിൾസ് എഴുതുന്ന സമയത്ത് പാരന്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ എഴുതുന്ന സമയത്ത് യു ഹാവ് ടു സീ വെദർ ദർ ഇസ് എ മ്യൂച്വൽ ഓയിങ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇഫ് ദർ ഇസ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, മ്യൂച്വൽ ഓയിങ്സിൽ ഡെറ്ററും ക്രെഡിറ്ററും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം, മൈനസ് ചെയ്തിട്ട് വേണം എഴുതാൻ. സോ ഇവിടെ പാരന്റ് കമ്പനിയുടെ ട്രേഡ് പേയബിൾസ് എത്രയാണ്, 1,20,000. അതേസമയം സബ്സിഡറി കമ്പനിയുടെ ബി ലിമിറ്റഡ് 45,000 ഉണ്ട്. ഈ 45,000 7,500 പറയുന്നത് ക്രെഡിറ്റർ ആണ്, എ ലിമിറ്റഡിന് കൊടുക്കാനുള്ള ക്രെഡിറ്റർ ആണ്. സോ അതൊരു മ്യൂച്വൽ ഓയിങ്സ് ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യണം, കാരണം സൺഡ്രി ബി ലിമിറ്റഡ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് എ ലിമിറ്റഡിനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ എ ലിമിറ്റഡിന് ഇവിടെ എന്ത് വരും, ഡെറ്റർ വരും. ഡെറ്റർ എത്രയാണ്, 7,500. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഓയിങ്സ് ആയ ഈ 7,500 നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എ ലിമിറ്റഡിൻ്റെ ട്രേഡ് പേയബിൾസ് എത്രയാണ്, 1,20,000 പ്ലസ്
ഇവിടെ ബി ലിമിറ്റഡിൻ്റെ 45,000 7,500 മ്യൂച്വൽ ക്രെഡിറ്റർ എന്ത് ചെയ്യുക ഡിഡക്ട് ചെയ്യുക. സോ ദാറ്റ് ദ നെറ്റ് എമൗണ്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 1,57,500. ഇനി total liabilities total ചെയ്ത് 1,50,000 plus 37,500 plus 15,000 plus 1,57,500. So it will become 3,60,000. So liability side 3,60,000. Now we want to go for asset side. Under asset side heading കൊടുക്കുക അസറ്റിൽ ആദ്യം നോൺ കറണ്ട് അസറ്റ് നോക്കുക. നോൺ കറണ്ട് അസറ്റിൽ എന്താ തന്നിരിക്കുന്നത് ഫിക്സഡ് അസറ്റ്. സോ ഫിക്സഡ് അസറ്റിൽ മെഷീൻ പാരന്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ രണ്ടും കൂടെ എന്താ ചെയ്യുക ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. സോ 1,75,000 plus 70,000. So 1,75,000 plus 70,000 2,45,000. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അണ്ടർ നോൺ കറണ്ട് അസറ്റിൽ വേറൊരു ഐറ്റം ഉണ്ട് ഗുഡ് വിൽ. ഓക്കെ, സോ ഗുഡ് വിൽ എന്ത് ചെയ്യണം അണ്ടർ നോൺ കറണ്ട് അസറ്റിൽ എഴുതേണ്ട ഐറ്റമാണ് ഗുഡ് വിൽ. ഗുഡ് വിൽ എത്രയാണ് 2,500. നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗുഡ് വിൽ എത്രയാണ് 2,500 പറഞ്ഞിട്ട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്കിംഗ്സിൽ. സോ ദാറ്റ് ഗുഡ് വിൽ യു ഹാവ് ടു റൈറ്റ് ഹിയർ. ഇനി നെക്സ്റ്റ് ആഫ്റ്റർ ഗുഡ് വിൽ ഇനി വേറെ വല്ല ആയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ്. വെദർ വി വാണ്ട് ടു ടേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ് നോ നീഡ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത എന്താണ് കറണ്ട് അസറ്റ്. അണ്ടർ കറണ്ട് അസറ്റ് ട്രേഡ് റിസീവബിൾസും ഇവിടെ നോക്കാം. ട്രേഡ് റിസീവബിൾസിൽ പാരന്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ അപ്പോൾ 85,000 35,000 ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം പ്ലസ് ചെയ്യണം. ബട്ട് ഹിയർ പാരന്റ് കമ്പനിയുടെ ഈ 85,000 എന്തും കൂടെ ഉണ്ട് ദാറ്റ് ഈസ് എമൗണ്ട് റിസീവബിൾ ഫ്രം ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിന് കിട്ടാനുള്ള 7,500 ആയിട്ടുള്ള എമൗണ്ടും ഉണ്ട്. ഡെറ്ററും ക്രെഡിറ്ററും ഒരു കമ്പനിയുടെ ഡെറ്റ് മറ്റേ കമ്പനിയുടെ ക്രെഡിറ്ററാണ് അല്ലേ. സബ്സിഡറി കമ്പനിയുടെ ക്രെഡിറ്റ് പാരന്റ് കമ്പനിയുടെ എന്താണ് ഡെറ്ററാണ്. അപ്പോൾ ഇതിൽ ഒരു 7,500 ഇൻക്ലൂഡഡ് ആണ്. ആരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ദാറ്റ് ഈസ് ഫ്രം ബി ലിമിറ്റഡിന് കിട്ടാനുള്ള ഒരു 7,500 ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം ഇവിടെ ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. So here you see 85,000 plus 35,000 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം 7,500 മൈനസ് ചെയ്യുക ഡിഡക്റ്റ് ചെയ്തിട്ട് എഴുതുക. So that you will get 1,12,500. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ടോട്ടൽ ചെയ്യുക. സോ അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 2,45,000 plus 2,500 plus 1,12,500. So that you will get a total of 3,60,000. So now your asset side and liability side total are same. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഓയിങ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിയർ ആയോ. ദാറ്റ് ഈസ് മ്യൂച്വൽ ഓയിങ്സ് യു ഷുഡ് നോട്ട് കൺസിഡർ വൈൽ പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസോൾട്ടേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ മ്യൂച്വൽ ഓയിങ്സിൻ്റെ എമൗണ്ട് എന്താ ചെയ്യുക ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. സോ ഒരു കമ്പനിയുടെ ഡെറ്റ് മറ്റേ കമ്പനിയുടെ ക്രെഡിറ്ററാണ്. സോ എത്രയാണോ എമൗണ്ട് കൊടുക്കാനും മേടിക്കാനുള്ളത് ആ എമൗണ്ട് ബോത്ത് ഫ്രം ദ ക്രെഡിറ്റർ ആസ് വെൽ ആസ് ഫ്രം ദ ഡെറ്റ് എന്ത് ചെയ്യുക ഡിഡക്റ്റ് ചെയ്തിട്ട് എഴുതുക. കാരണം ഒരു കമ്പനിയുടെ ഡെറ്റ് പറഞ്ഞാൽ മറ്റേ കമ്പനിയുടെ ക്രെഡിറ്ററാണ്. അപ്പോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിലെ നെറ്റ് എഫക്റ്റ് എന്താണ് സെയിം ആണ്. സോ അത് കാരണം ഇവിടെ എന്ത് ചെയ്യുക ഡിഡക്റ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് എഴുതുക. ഓക്കെ.